ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം കേട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ ഒരു അമ്പലക്കറക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുന്നത് നമ്മുടെ എന്താ സ്ഥലത്തിന്റെ പേരുടാ? അല്ല പറഞ്ഞ വണ്ടി പുറപ്പെടുന്ന സ്ഥലത്തിന്റെ പേര് എവിടെയായിരുന്നു? അതാണ് ഗൈസ് ഇവന്റെ പ്രത്യേകത. അവനെല്ലാം മറക്കും, പെട്ടെന്ന് മറക്കും. ചെറുവത്താനി. കറക്റ്റ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ചെറുവത്താനി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇടയ്ക്കൊക്കെ ട്രിപ്പ് തരുന്നതാണ്. അപ്പോൾ ട്രിപ്പ് തരുന്നത് നമ്മുടെ ജുബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ട്രിപ്പുകൾ തരുന്നത്. ആള് കുന്നോള സ്വദേശിയാണ്. ആളാണ് നമുക്ക് ആ ഭാഗത്തു നിന്ന് ട്രിപ്പുകളൊക്കെ നമുക്ക് സെറ്റാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് അമ്പലങ്ങളാണ്. ഒപ്പം നമ്മുടെ കൊല്ലങ്കോട് താമരപ്പാടം കൂടി ഉണ്ട്. ഇപ്പോൾ താമരപ്പാടത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടോ, മഴയൊക്കെ പെയ്തിട്ടുണ്ട്, കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. ബാക്കി അവിടെ പോയിട്ട് അറിയാനേ പറ്റുള്ളൂ. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പളനിയുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ കാവശ്ശേരി അമ്പലം, ഉത്രാളിക്കാവ് അങ്ങനെയുള്ള കുറച്ച് അമ്പലങ്ങൾ കയറി പുലർച്ചെ 4 മണിക്കാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൺ ദി വേയിൽ ഭക്ഷണം കിട്ടാനായിട്ട് ഭയങ്കര പാടാണെന്ന് അറിയാം. അപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓൺ ദി വേയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ശ്രീലക്ഷ്മി പ്യൂർ വെജിറ്റേറിയൻ ആലത്തൂർ ഹൈവേയിൽ ആലത്തൂർ സിഗ്നൽ എത്തുന്നതിന് മുന്നേ പള്ളിക്ക്, അതായത് മുസ്ലിം പള്ളിക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടി. അപ്പോൾ ഇനി ഉച്ചത്തെ ഫുഡ് നമുക്ക് അവരവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രിപ്പിൽ പ്രധാനമായിട്ടുള്ള അമ്പലങ്ങളാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് കാവശ്ശേരി അമ്പലം, പിന്നെ അതുപോലെ തന്നെ മീൻകുളത്തി ക്ഷേത്രം, പിന്നെ അതുപോലെ കൊല്ലങ്കോട് ക്ഷേത്രം, പിന്നെ കൊടുവായൂർ ക്ഷേത്രം, അങ്ങനെയുള്ള കുറച്ച് അമ്പലങ്ങളും, പിന്നെ അതോടുകൂടി നമുക്ക് താമരപ്പാടം ചെറിയൊരു വിസിറ്റിങ്ങും, പിന്നെ നേരെ പളനി, അതാണ് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉച്ച വരെ നമ്മൾ പാലക്കാട് താമരപ്പാടം വരെ ഉള്ള സ്ഥലങ്ങൾ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നേരെ പളനിയിലേക്ക് പോവാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അമ്പലങ്ങളെല്ലാം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തൊഴാനായിട്ട് സാധിച്ചു. കൃത്യസമയത്ത് തന്നെ നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർ കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത കാരണം അമ്പലങ്ങളൊക്കെ തൊഴാനായിട്ട് സാധിച്ചു. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയായിട്ടുള്ള താമരപ്പാടം, പിന്നെ അതുപോലെ തന്നെ സീതാർകുണ്ട്, കളിയാട്ടം ഷൂട്ട് ചെയ്തിട്ടുള്ള പ്രകൃതി ക്ഷേത്രം അതൊക്കെ കാണാനായിട്ട് നമ്മൾ പോയി. അതിൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മുടെ വലിയ വണ്ടികൾ പോകാത്ത കാരണം കൊണ്ട് അവർക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അവർ നേരെ കളിയാട്ടം ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രകൃതി ക്ഷേത്രം കാണാനായിട്ട് പോയി. അപ്പോൾ പ്രകൃതി ക്ഷേത്രം കാണാൻ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ വാഹനങ്ങൾക്ക് അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് റോഡ് സൈഡിലൊരു ചെറിയ ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവർക്ക് കഷ്ടി ഒരു 200 മീറ്റർ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അവിടേക്ക്. അപ്പോൾ അവർ അവിടേക്ക് നടന്ന് പോയി. നമ്മളതിൻ്റെ പിന്നാലെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നാലെ പോയി. വഴികൾ ഇപ്പോഴും കറക്റ്റായിട്ട് അറിയണില്ല. ഒരുപാട് പേരിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമുക്ക് കൊല്ലങ്കോട് കാണാനായിട്ട് പോകാനായിട്ട് എങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു സ്ഥലം കൂടി അവിടെ റോഡ് സൈഡിൽ നമ്മൾ പൊള്ളാച്ചി പോകുന്ന വഴിയിൽ, അതായത് നെന്മാറ പൊള്ളാച്ചി റൂട്ടിൽ തന്നെ, മെയിൻ റൂട്ടിൽ തന്നെ ഇപ്പോൾ വേറൊരു സ്ഥലം നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ കൊല്ലങ്കോട് ടൗൺ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ താമരപ്പാടം നമ്മൾ ചിങ്ങഞ്ചിറ തിരിയുന്ന വഴി വീണ്ടും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പുതിയൊരു എന്താ പറയുക, പച്ചപ്പ് നിറഞ്ഞ പാടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ 2 സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് വരാൻ താല്പര്യമില്ലാത്തവർക്ക് അവിടെ കയറാം, അല്ലാത്തവർ നമ്മുടെ ചിങ്ങഞ്ചിറ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ അവിടെ നിന്ന് റൈറ്റിലേക്ക് മാത്രമേ പോകുള്ളൂ, ലെഫ്റ്റിലേക്കുള്ള വഴി പോകരുത്. വണ്ടി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയൊരു വഴിയാണ്. പിന്നെ ലൈൻ ബസ്സുള്ള വഴിയാണ്, റൂട്ടാണ്. പിന്നെ ഓട്ടോറിക്ഷ സൗകര്യം, ജീപ്പ് സൗകര്യം എല്ലാം അവിടെ ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് മാന്തോപ്പുകൾ കണ്ടു, വെറൈറ്റി മാങ്ങകൾ കണ്ടു. അപ്പോൾ നമുക്ക് നല്ല മാങ്ങയുടെ സീസണാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മാങ്ങകൾ, നീലൻ, പ്രിയൂര്, അതുപോലെ തന്നെ നമ്മുടെ കോമാങ്ങ, പിന്നെ മൂവാണ്ടൻ, അങ്ങനെ പലതരത്തിലുള്ള മാങ്ങകൾ വെറൈറ്റികൾ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മറ്റേ ആ സ്ഥലത്തൊക്കെ നമ്മൾ കയറി നമ്മൾ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊന്നും കാണപ്പെടാത്ത രീതിയിലുള്ള വീടുകളാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് ഭാഗത്തൊക്കെ ഉള്ളത്. ഒരു പ്രത്യേക രസമുണ്ട്, വളരെ കൂളിംഗ് ആണ് അവിടെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ പ്രകൃതി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കളിയാട്ടം ഷൂട്ട് ചെയ്തിട്ടുള്ള ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ വേറെ എന്താ പറയുക, വലിയ അമ്പലം അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഒരു ആൽമരത്തിൻ്റെ ചോട്ട് അവരവരുടെ അവരെ ഒരു ആരാധനയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. പിന്നെ അടിപൊളി സ്ഥലമാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ വഴിക്ക് നമ്മൾ സൈഡാക്കി. അങ്ങനെ നമ്മൾ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ, നാടൻ സദ്യ ആയിരുന്നു നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, പാലക്കാട് സ്റ്റൈലിലുള്ള അടിപൊളി സദ്യ. അപ്പോൾ നമ്മൾ ആ സദ്യ ബുക്ക് ചെയ്തതും നമ്മൾ ആ ശ്രീലക്ഷ്മി എന്ന് പറയുന്നുള്ള ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ നേരെ നമ്മൾ പളനി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി. പളനിയുടെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ചിത്രീകരിക്കാൻ സാധിച്ചില്ല, കാരണം നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൊയ്ത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നെല്ലുകൾ ഉണക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ എപ്പോൾ പോയാലും നമുക്ക് മതി വരാത്തൊരു സ്ഥലം തന്നെയാണ് തമിഴ്നാട് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പാലക്കാട് തമിഴ്നാട് എന്ന് പറയുന്നത്. എത്ര തവണ പോയാലും നമുക്ക് മതി വരില്ല, കാരണം ഒരുപാട് കൃഷി. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ് പാലക്കാട് തമിഴ്നാടൊക്കെ എപ്പോഴും യാത്ര ചെയ്യാനായിട്ട്. ഞാൻ ഇടയ്ക്ക് ബൈക്കുമായിട്ടും കാറായിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള നല്ല അടിപൊളി യാത്രകളൊക്കെ ചെയ്യുക, നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന യാത്രകൾ ചെയ്യുക, ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ മറ്റൊരു രസകരമായ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ്, ട്രാവൽ വിത്ത് സച്ചിൽ.